അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. ഓട്ടോലോഗിൻ്റെ സൈറ്റിൽ വാങ്ങിച്ചത് അവർ. ഇതാണ് സൈഡിലുള്ള ലുക്കും കാര്യങ്ങളൊക്കെ. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പായിട്ട് ഇൻസ്റ്റയിൽ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു. ഒരു ബോക്സ് അൺബോക്സ് ചെയ്ത് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ. നമ്മുടെ വണ്ടിയിൽ വയ്ക്കാനായിട്ട് ഒരു കിറ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്ന് അതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചാണ് ആ ഇൻസ്റ്റയിൽ ഞാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടത്. വീഡിയോ ഇട്ടതിന് ശേഷം ഇപ്പോൾ ഏകദേശം ഒരു 15 ദിവസത്തോളം ആയെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ബോക്സാണ് ഇതാ ഇവിടെ ഒന്നുകൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കിറ്റ് നമുക്ക് നമ്മളെ 3 ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വീഡിയോ ആണ് കേട്ടോ. കിറ്റ് ഏതാണെന്നുള്ളത് നമുക്ക് ഈ ഒരു പെട്ടി ഒന്നും കൂടെ അൺബോക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ബോക്സ് ഇതാണ്. അതിൻ്റെ അഡ്രസ്സും വന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയോ. ഇതാ ഓട്ടോലോഗിൻ്റെ കിറ്റാണ് കേട്ടോ. ഇവിടെ എഴുതിയിട്ടുണ്ട് ഓട്ടോലോഗ്. വന്നിരിക്കുന്ന ബ്രാഞ്ച് പൂനെന്നാണ് കേട്ടോ വന്നിട്ടുള്ള. അപ്പം ഏകദേശം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും എന്താണെന്ന് വന്നിട്ടുള്ളത് ഇതൊക്കെ. അപ്പം ഞാൻ ഓൾറെഡി പൊട്ടിച്ച് വെച്ചതാണ്. അപ്പോൾ ജസ്റ്റ് കവർ എൻ്റെ അകത്ത് മോളി ജസ്റ്റ് മൂടിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇത്രേ ഉള്ളൂ. ഇതാണ് അൺബോക്സിങ്. ഇനിയിപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഓട്ടോലോഗിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊന്നും കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടിയിൽ സെറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു കിറ്റ് കേട്ടോ. അതിൻ്റെ പേര് സ്ട്രീറ്റ് S3 എന്നാണ് കേട്ടോ, X3. ഓക്കെ, അപ്പോൾ ഇത് പൂനെയിൽ തന്നെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 8,500 സംതിങ് ആവും കേട്ടോ. അപ്പം ഓട്ടോലോഗിൻ്റെ സൈറ്റിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. അവരുടെ ഇൻസ്റ്റ നെയിമും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. അവരുടെ ഒരു കോൺടാക്ട് നമ്പറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്തോ. സംഭവം ഇത്ര റേറ്റ് ആവാൻ കാരണം ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് 6 സംതിങ്ങേ ഉള്ളൂ, 6,000 സംതിങ്ങേ ഉള്ളൂ. പക്ഷേ അവിടെ നിന്ന് വരുന്ന കുറേ ചാർജ് പിന്നെ DST കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നതുകൊണ്ടാണ് 8,500 നമുക്കിവിടെ ആവുന്നത്. ഓക്കെ, അപ്പം ഇത് ഓറഞ്ച് കളർ ആയിപ്പോയി കേട്ടോ. സംഭവം ഞാൻ ബ്ലാക്ക് അവർ എൻ്റെ അടുത്ത് ചോദിച്ചു ഏത് കളർ വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓറഞ്ച് മതി എന്ന് പറഞ്ഞു. ഞാൻ ഇത്രയും കടുത്ത ഓറഞ്ച് ഞാൻ വിചാരിച്ചില്ല. ഇടയ്ക്ക് ബ്ലാക്ക് വേണമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് പ്യുവറായിട്ടുള്ള ഓറഞ്ച് ആയിപ്പോയി കേട്ടോ. ഈ ഒരു കിറ്റ് നമ്മൾ വണ്ടി സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാനുള്ളത്. ഇപ്പം ഞാൻ നോക്കിയിട്ട് യൂട്യൂബിൽ ആരും ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഇട്ടിട്ടില്ല. യൂട്യൂബ് ഇതിൻ്റെ വണ്ടിയിൽ സെറ്റ് ചെയ്യുന്ന വീഡിയോയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. പക്ഷേ സെറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എങ്കിലും ആ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ച് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചാൽ മതി. സംഭവം ബാക്കിലോട്ട് കാണിച്ചു കൊടുത്താലേ ഫുൾ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. പക്ഷേ ഈ ഒരു കളറ് ഞാൻ ഇപ്പോൾ വണ്ടി സെറ്റ് ചെയ്യുന്നില്ല. അത് ഇപ്പോഴേ ഞാൻ പറഞ്ഞിരിക്കുക. ഇത് ഫുള്ള് ഒരു ഓറഞ്ച് ആയി പോകും. വണ്ടി ഫുള്ള് ഓറഞ്ച്, ഇതുകൂടെ ഓറഞ്ചായ മാർഗ്ഗം വൃത്തിയിടാനൊക്കെ ആയി പോകും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ച് ഈ ഒരു ടാങ്കിലും ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ടാണ് ഞാൻ വണ്ടിയിൽ ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ അപ്പോൾ ചെയ്യുന്നത് വണ്ടിയിൽ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വണ്ടി സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ സൈഡിൽ വരുന്നത് 3 അലങ്കി ബോൾട്ട് ഉണ്ട്. 4 mm 3 അലങ്കി ബോൾട്ടാണ്. ആ അലങ്കി ബോൾട്ട് ആദ്യം നമുക്ക് ഇളക്കിയെടുക്കണം. ഓക്കെ, ഈ 3 അലങ്കി ബോൾട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇത്ര മാത്രമേ പണിയുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് വരുന്ന കുറച്ച് ബോൾട്ടുകളുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് കാണിച്ചു തരാം. നേരെ അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന അലങ്കി ബോൾട്ടിൻ്റെ സൈസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വണ്ടി സെറ്റ് ചെയ്യാനുള്ള അലങ്കിയുടെ കുറച്ച് വലിയ ബോൾട്ടുകളും കാര്യങ്ങളൊക്കെ അവർ തന്നെ തന്നിട്ടുണ്ട് കേട്ടോ. ഈ ബോക്സിൽ തന്നെ ഒരു കവറെ അവർ ഇട്ട് തന്നിട്ടുണ്ട്. വേണ്ട നീളമുള്ള അലങ്കി ബോൾട്ടുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഞെട്ടിന് വേണ്ടി വേറെ എവിടെയും തപ്പി എടുക്കണ്ട. ഓക്കെ, ഇനിയിപ്പോൾ ചെയ്യാനുള്ള നമുക്ക് ഈ ഒരു കിറ്റ് എടുത്ത് നമുക്ക് വണ്ടി സെറ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ. സെറ്റ് ചെയ്യാനുള്ളതാണ് അടുത്ത പരിപാടി. അപ്പോൾ ചുമ്മാടത്തേക്കിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. സാധനം സെറ്റായി. ബോൾട്ട് ടൈറ്റ് ചെയ്യാൻ കേട്ടോ. സംഭവം കിറ്റിൻ്റെ ക്വാളിറ്റി വരുന്നത് ഒരു വേറെ ലെവൽ ക്വാളിറ്റി കേട്ടോ. പക്ഷേ ഞാൻ ഇപ്പോൾ ഓറഞ്ച് കളർ പറഞ്ഞിട്ടുള്ള അവർ ഓറഞ്ചിൽ ഇപ്പം ഈ ഒരു ക്വാളിറ്റിയിൽ ഇറക്കിയ സംഭവം പക്ക ക്വാളിറ്റി കേട്ടോ. നൈസ് സാധനം. കുറച്ച് വലിയ വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ, നൈസ് വെയിറ്റാണ്. അതുകൊണ്ട് വേറെ ബേക്കിലത്തെ ഭാഗമൊക്കെ ഇങ്ങനെയാണ്. അതൊക്കെ പിന്നെ ഇങ്ങനെയാണല്ലോ, മറ്റേ പ്ലാസ്റ്റർ പാരീസ് അങ്ങനെ പറയുന്ന സംഭവമാണ് കേട്ടോ. അത് ആ ഒരു മെറ്റീരിയലാണ്. പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ 3M സ്റ്റിക്കറും കാര്യങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങൾ ഈ 2 ഭാഗവും ഈ ഒരു ഭാഗമാണ് ബോൾട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങൾ. പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ മൊത്തം 3M സ്റ്റിക്കറിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയിപ്പം ബോൾട്ടിട്ട് ടൈറ്റ് ആക്കാം. ആദ്യം നമുക്ക് സ്റ്റിക്കർ ഇളകി കളയാം. എന്നിട്ട് നമുക്ക് ഒട്ടിച്ച് വെച്ചതിന് ശേഷം ബോൾട്ട് വെച്ച് ടൈറ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റിക്കർ ഇളകി കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം ജസ്റ്റ് അളവ് വെച്ച് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചൊന്ന് വയ്ക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് പണി തുടങ്ങാം. കേട്ട്
ഇതിൻ്റെ ഹോളുകളും കാര്യങ്ങളും വരുന്ന സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ ഇത് ഒരു ആഫ്റ്റർ മാർക്കറ്റായിട്ട് ഉണ്ടാക്കിയ സാധനമാണെങ്കിൽ ഇതിൻ്റെ ഓരോ ഹോളുകളും കാര്യങ്ങളും ഇട്ടിരിക്കുന്ന ഒരു പക്ക നമ്മൾ ഒറിജിനൽ പാർട്സ് വാങ്ങുന്ന കണക്കാണ് കേട്ടോ. അതുകൊണ്ടൊക്കെ തന്നെ ഈ ചെറിയൊരു ഹോൾ അവിടെ ഇട്ടിരിക്കുന്ന കറക്റ്റ് ഷാർപ്പായിട്ട് നമുക്ക് ഈ ഒരു വണ്ടി വെച്ച് നമുക്ക് ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഈ ഹോൾ കയറുന്നില്ലല്ലോ എന്നിട്ട് ഇല്ല. അപ്പോൾ കൈസ് വണ്ടി നമ്മളിപ്പം ഈ ഒരു കിറ്റ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സെറ്റ് ചെയ്യുമ്പോൾ വണ്ടിയുടെ ലുക്ക്. ഞാൻ പറഞ്ഞ ഈ ഒരു ഓറഞ്ച് കളർ വണ്ടിക്ക് ഒട്ടും ചേരുന്നില്ല. ആ വണ്ടി ഇപ്പോൾ ഒരു ഫുൾ ഓറഞ്ച് ആയിപ്പോൾ. മാത്രമല്ല ഈ ആ ഒരു ഓറഞ്ച് നമുക്ക് ഈ ഡ്യൂക്കിന് വരുന്ന ആ ഒരു ഓറഞ്ച് അല്ലാത്തതുകൊണ്ട് കുറച്ചും കൂടെ വേറിട്ട് നിൽക്കുന്നു, കുറച്ചും കൂടെ ബ്രൈറ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ കിറ്റ് ഒക്കെയാണ്. പക്ഷേ ഈ ഒരു ലുക്കിൽ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ബോറായിരിക്കും കേട്ടോ. സംഭവം ഫുൾ ബ്ലാക്കും കാര്യങ്ങളൊക്കെ ആവാൻ നേരത്ത് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഏതെങ്കിലും ഡിസൈനും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ അത് സെറ്റ് ചെയ്യാം. ഞാൻ ഉദ്ദേശിക്കുന്ന ഡിസൈൻ എന്ന് പറയാൻ മറ്റേ ഒരു സൂപ്പർ ഡ്യൂ കാറിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഡിസൈൻ. ബ്ലാക്കിൽ ആ ഓറഞ്ചിൽ ഒരു 6 കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? ഒരുപാട് ഇറങ്ങിയതായിരിക്കാം, പക്ഷേ ആ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് ഇതാ ഫ്രണ്ടിലുള്ള ലുക്ക് കേട്ടോ. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴും ഇതാ ഈ ഒരു കളർ ഇങ്ങനെ എന്താണ് ഒന്ന് വേറിട്ട് നിൽക്കും. പിന്നെ അതാ ഇവിടെ കുറച്ച് എയറോ ഡൈനാമിക്കിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിലും അതാണ് ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം 2 സൈഡിലൂടെ സെറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു സൈഡിൽ കൂടെ നമുക്ക് ആ ഒരു കിറ്റ് പൊളിച്ചിട്ട് ഇതും കൂടെ സെറ്റ് ചെയ്യാം. എന്നിട്ട് ഫുൾ ലുക്ക് നോക്കാമേ. ഈ ഒരു കിറ്റ് എപ്പോഴാണ് കേട്ടോ പൊട്ടിച്ച് നോക്കണം. ഞാൻ ഒരെണ്ണം അവിടെ വെച്ച് പൊട്ടിച്ച് നോക്കിയാളായിരുന്നു. ഓക്കെ, ഇതിനും വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇതുകൂടെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതും കൂടെ സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ നേരത്തെ കാണിച്ചു എനിക്ക് തന്നെ ആ ഒരു ബോൾട്ട് അടിച്ച് ഡയറക്റ്റ് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ടൈം ലാപ്സ് ആയിട്ട് കണ്ടിട്ട് നമ്മുടെ വണ്ടിയുടെ ഫുൾ ലുക്ക് ഇതാണ്. 2 സൈഡിൽ ഇപ്പോൾ കിറ്റ് വെച്ച് ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ബോൾട്ട് ഫുള്ള് ടൈറ്റ് ആക്കിയില്ല, ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആക്കി വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ അതാ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു കുഴപ്പമുണ്ടായിരുന്നു കേട്ടോ. അത് എൻ്റെ ഇതല്ല വന്നപ്പോഴേ ഇങ്ങനെ സംഭവം പാക്കേജ് ഇഷ്യൂ കാര്യങ്ങളെന്തോ ആയിരിക്കും കേട്ടോ. ഈ ഒരു ബോൾട്ടിൻ്റെ അവിടെ ചെറിയൊരു ക്രാക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, അതെന്തായാലും ഇനിയിപ്പോൾ പെയിൻറ്റ് അടിക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഗമ്മും കാര്യങ്ങളൊക്കെ വെച്ച് ഒന്നും ലെവലാക്കും. പക്ഷേ ലുക്ക് നോക്കിയോ, ഇതാണ് സൈഡിലുള്ള ലുക്കും കാര്യങ്ങളൊക്കെ. അപ്പുറത്തുള്ള ലുക്ക് പോയി കാണിച്ചു തരാം. ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് നോക്കുമ്പോൾ ഇതാണ് കേട്ടോ. ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് വരാൻ നേരത്ത് സംഭവം ഓറഞ്ച് വലിയ മോശമില്ലാത്ത കളറിൽ ഇതിപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ബ്ലാക്ക് ആക്കുമ്പോൾ കുറച്ചും കൂടെ അടിപൊളിയാവും കേട്ടോ. ഇതാണ് ഈ സൈഡിൽ നിന്നുള്ള ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. വേറെ ലെവലല്ലേ സംഭവം. 390യുടെ ലുക്ക് നോക്കി മാരക ലെവല്. എന്തായാലും എനിക്ക് സംഭവം മോഡൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കളറും കൂടെ മാറ്റി ബ്ലാക്ക് കൂടെ ആക്കാൻ നേരത്ത് എങ്ങനെ ഉണ്ടാവുമായിരിക്കും അളിയാ? എന്തായിരിക്കും ലുക്ക് എങ്ങനെ ഉണ്ട്? നിന്റെ 220ക്ക് ഇങ്ങനെ കിറ്റ് വന്നാൽ നീ ചെയ്യോ? ചെയ്യൂല്ലേ? അത് 220ക്ക് ഇങ്ങനത്തെ ഒരു കിറ്റിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മളെ 220 വീഡിയോ 220 മാസമല്ലേ ഉള്ള 220 വീഡിയോ വെയിറ്റിംഗ് ആണ്. എല്ലാവരും മനസ്സിലായി. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വരുന്നുണ്ട് 220 ഫെവർ വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഓഫ് റോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. കുറച്ച് ആളുടെ വെയിറ്റ് ചെയ്തോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ലുക്ക് ഇതാണ്. ഇനിയിപ്പോൾ ഈ ഒരു ലുക്കിൻ്റെ കുറച്ച് സിനിമാറ്റിക് ഷോട്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. Last I got that sinking in my stomach from that love. Of course it's got me thinking's got me flummoxed from the cause. Fast I get those feelings weighing heavy on my heart.
അപ്പോൾ ഗൈസ് നമ്മുടെ സിനിമാറ്റിക് ഷോട്ട് വീഡിയോ എങ്ങനെ ഉണ്ട്? അതാ ഒരു കിടിലം പ്ലേസിലാണ് നിൽക്കുന്നത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താലേ. ഓക്കെ മതി, ഇനി ഇങ്ങോട്ടോ. ഓക്കെ, അപ്പോൾ ഒരു കിടിലം പ്ലേസ് വന്നിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് കേട്ടോ. ഇതിൻ്റെ ബാക്കി എന്ന് വെച്ചാൽ ഓട്ടോലോഗിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെയ്ക്കും ഗുഡ് ബൈ. ഹലോ ഗൈസ്, പുതിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് ഓക്കെ അല്ലേ? കാര്യങ്ങളൊക്കെ താ നോക്കിയോ. പൂനെന്നാണ് സാധനം വന്നിട്ടുള്ളത് കേട്ടാ. വന്നിട്ടുള്ള എവിടെയെന്ന് ചോദിച്ചാ പട്ടി എല്ലാം അവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം 800 ആവും കേട്ടോ സംഭവം. ഇതിൻ്റെ അവിടെ നിന്ന് വരുന്ന ഷിപ്പിംഗ് ചാർജും മറ്റേ എന്തിനാണ് അല്ലല്ല GST. അനുവാദിക്കുന്നില്ല വിളക്കും വെച്ചോണ്ടിരിക്കുന്ന നടക്കുന്നീ. ഞാൻ ഇവിടെ നിന്ന് എടുത്താൽ മതി അളിയാ. ഓണം ഇനി കാണാം. ഇങ്ങനെ അടിച്ചു കഴിയില്ല. ഓക്കെ, നേരെ വീട് വരെ പോണല്ലേ? വീട് വരെ പോണല്ലേ? പറഞ്ഞോ.